താമരശ്ശേരി ഈങ്ങപ്പുഴയിൽ ഷിബിലയെ ഭർത്താവ് കുത്തിക്കൊന്നു. കഴിഞ്ഞ 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഷിബിലയുടെ ഭർത്താവ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളും മദ്യപാനിയുമായിരുന്നു. വിവാഹത്തിന് ശേഷം ഷിബില ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ മദ്യപാനവും ഡ്രഗ്സ് ഉപയോഗം കാരണം നിരന്തരം ഷിബിലയെ പീഡിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷമായി ഷിബില പിതാവിൻ്റെ മാതാവിൻ്റെയും കൂടെയാണ് താമസം. ഒരു കുട്ടിയുമുണ്ട്. അവർ 2 വർഷം മുമ്പ് ഷിബിലയുടെ ഭർത്താവ് യാസിർ യാസിറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തങ്ങളുടെ മകളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഇവിടെ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മകൾ തിരിച്ചു പോയി. മകൾ ബാപ്പയുടെ അടുത്ത് പരാതി പറഞ്ഞു. ഇയാൾ സ്ഥിരം മദ്യപാനിയും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. അയാൾ സ്ഥിരമായിട്ട് ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. 4 ബാങ്കിൽ നിന്ന് ഭാര്യയുടെ പേരിൽ അയാൾ ലോൺ എടുത്തിട്ടുണ്ട്. അയാൾ പണിക്കൊന്നും പോവില്ല. സ്ഥിരമായി മദ്യപാനവും ഡ്രഗ്സ് ഉപയോഗം തന്നെയാണ് അയാൾക്ക് ജോലി. ആ ലോൺ എടുത്ത പണം കൊണ്ട് തന്നെയാണ് ആർഭാട ജീവിതം അയാൾ നയിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഷിബില തിരിച്ച് ബാപ്പായുടെ അബ്ദുൾ റഹ്മാൻ്റെ വീട്ടിലെത്തി. പോലീസിൽ പല പരാതികളും കൊടുത്തു. ഇയാളെ പല സന്ദർഭത്തിലും വിളിച്ചെങ്കിലും ഇയാൾ വന്നില്ല. 1 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇനി മകളെ തിരിച്ചേൽപ്പിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇയാൾ കഴിഞ്ഞ ദിവസം ഷിബിലയെ ഉപദ്രവിച്ചതിനും മറ്റുമായി ജയിലിൽ പോയ ശേഷം ഇയാൾ മടങ്ങി വന്നു. ഭാര്യ വീട്ടിലെത്തി. ആ ഭാര്യയുടെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡും ഇലക്ഷൻ കാർഡും അങ്ങനെയുള്ള റെക്കോർഡുകളും സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തു. ഇനി നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിതാവിനും അവരുടെ മാതാവിനും അത് സന്തോഷമായിട്ട് തോന്നി. അയാൾ വീട്ടിൽ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നിൽ ഒരു ബാഗ് തൂക്കി കിടപ്പുണ്ട്. പക്ഷേ കയറിയിരിക്കാൻ ഉമ്മ പറഞ്ഞു. ഷൂ അഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഉമ്മ. അതിന് പകരം അയാൾ ഉമ്മയെ ഒന്ന് കുത്തി. ബാഗിലിരുന്ന കത്തിയെടുത്ത് ഉമ്മക്കിട്ട് കുത്തി. മകളെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് മകളെ 2 പ്രാവശ്യം കുത്തി. അതിനുശേഷം പിതാവ് അബ്ദുൾ റഹ്മാൻ ഓടിയെത്തി അബ്ദുൾ റഹ്മാനെയും കുത്തി. ഏതായാലും മാരകമായ കുത്ത് പലതും ഷിബിലയ്ക്ക് കൊടുത്തു. ആ കുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞു. ആ കൊച്ചനാഥമായി. മഹല്ല് കമ്മിറ്റി ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പല സന്ദർഭത്തിൽ ഇയാളെ വിളിച്ചെങ്കിലും ഇയാൾ വന്നില്ല. യാസറിൻ്റെ കുടുംബവും വന്നില്ല. സ്ഥിരം മദ്യപാനിയും അയാൾ സ്ഥിരം വഴക്കാളിയുമായിരുന്നു. ഷിബിലയുടെ സഹോദരിയുടെ വീട്ടിലും പോയി ഇയാൾ വഴക്കുണ്ടാക്കി. കാരണം അവരും ഇയാളുമായിട്ട് യോജിക്കുന്നതിൽ തിരിച്ചു പോകുന്നതിലും അവർക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല. ഷിബിലയുടെ ആധാറും മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു കൊടുത്തപ്പം അയാൾ നല്ലവനായി എന്ന് ഇവർ വിചാരിച്ചു. ജയിലിൽ നിന്ന് വന്ന ശേഷം ഇനിയെങ്കിലും അയാൾ നന്നായി ജീവിക്കുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അയാളുടെ അപ്രതീക്ഷിതമായ ആ ആക്രമണം അവർ പ്രതീക്ഷിച്ചില്ല. ഏകദേശം 10 മിനിറ്റോളം വീടിൻ്റെ അവിടെ വന്ന് നിന്നു. ആധാറും റെക്കോർഡും എല്ലാം കൊടുത്തപ്പോൾ നല്ല വഴിക്ക് വരികയാണ് എന്ന് അപ്പനും അമ്മയും സന്തോഷിച്ചു. ആ സമയത്താണ് അപ്രതീക്ഷിതമായ കുത്തുണ്ടായത്. കാരണം ഇതിനു മുമ്പ് കാക്കവയലിലെ യാസിറിൻ്റെ വീട്ടിലേക്ക് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മകളെ ഏൽപ്പിക്കുകയായിരുന്നു. മകൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. കാരണം ആ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുന്നുണ്ട്. ഇയാൾ കുത്തിയ കുത്തുകൾ പലതും പല ആയുധങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ് ആ മുറിവിൻ്റെ നേച്ചർ കൊണ്ട് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്തരം വയലൻ്റ് ആകുന്നത്? കല്യാണത്തിന് ശേഷം മുഴുവൻ ഇയാൾ വയലൻറ്റും അതോടൊപ്പം തന്നെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ആളുമായിരുന്നു. എന്തായാലും ഇതുപോലുള്ള ധാരാളം കല്യാണം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഭാര്യമാർ
അത് സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പോലീസ് പല സന്ദർഭത്തിലും വിളിച്ചെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വിട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നാണ് അബ്ദുൽ റഹ്മാൻ പറയുന്നത്. പോലീസിൽ നിന്ന് അവർക്ക് നീതി കിട്ടിയില്ല. കാരണം ഇയാളെ തക്കതായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇവരുടെ മകളെ നഷ്ടപ്പെടില്ലായിരുന്നു. അതുപോലെ മഹല്ല് കമ്മിറ്റിക്കാരുടെയും പ്രവർത്തനം അതിനും ഇയാൾ വഴങ്ങിയില്ല. പള്ളിയിലെ ആൾക്കാർ വിളിച്ചിട്ട് ഇയാൾ പോയില്ല. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഷിബിലയുടേത്. ധാരാളം കുത്തുകൾ അവരുടെ ദേഹത്തുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാകുന്നത്. ചെറുതും വലുതുമായ പാടുകൾ, കുത്തി നോവിച്ചിട്ടുള്ള പാടുകളുണ്ട്. അപ്പോൾ പല ആയുധങ്ങളും അയാൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാക്കവയലിലെ വീട്ടിലെ അയാളുടെ മാതാപിതാക്കളും പല സന്ദർഭത്തിലും പോലീസ് സ്റ്റേഷനിലും മഹല്ല് കമ്മിറ്റി അവരെയും വിളിച്ചിട്ടും അവരും വന്നില്ല. ഇയാളെ പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല, അതോ ഇയാളുടെ ഒപ്പം അവർ ഇയാളുടെ ഒപ്പം തന്നെ കുടുംബക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണോ എന്നും വ്യക്തതയില്ല. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ്. പലരും മദ്യത്തിനും, പല ചെറുപ്പക്കാരും മദ്യത്തിനും ഡ്രഗ്സിനും അടിമകളായി അവിടെ വീട്ടിലെ കല്യാണം കഴിച്ചു വരുന്ന കുട്ടികളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും വളരെ മാരകമായി പീഡിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കാരണം ചിലർക്ക് ആ പീഡനം ഒരു രസമാണ്. ഇയാൾ ഡ്രഗ്സിന് വിധേയനായിരിക്കുന്നതുകൊണ്ട്, ഇയാൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നതുകൊണ്ട് ഇതുപോലെ പീഡിപ്പിക്കുന്നതിൽ അയാൾക്ക് രസം കണ്ടിരിക്കാം. പാവപ്പെട്ട ഷിബിലയെ കുത്തി കൊലപ്പെടുത്തി. മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, അവർക്കും കുത്തേറ്റിരുന്നു. ആ കുട്ടിയുടെ മരണം ആ കുടുംബത്തെ അനാഥമാക്കി, ആ കൊച്ചിനെയും അനാഥമാക്കി. ഇതുപോലെയുള്ള വിവാഹങ്ങൾ നടത്തണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പയ്യനെപ്പറ്റി നന്നായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ സർവ്വത്ര ആൾക്കാർ ഏകദേശം 65% ആൾക്കാരും മദ്യപിക്കുന്നവരാണ്. മദ്യപിക്കുന്നതിന് മാത്രമല്ല, പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുമാണ്. കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പല വീടുകളിലും ഇതുപോലെയുള്ള വഴക്കും ബഹളവും ഉള്ളതുകൊണ്ട് പല കുട്ടികളും ചെറുപ്പക്കാരും ഇപ്പം അവിവാഹിതരായി വീട്ടിൽ കഴിയുന്നു. 10, 30, 35, 40 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവരൊക്കെ ഈ കുടുംബത്തിലുണ്ടാകുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങളും മദ്യപാനവും ദേഹോപദ്രവവും കുടുംബജീവിതം ആകെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികളുടെ എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. പല കുട്ടികളും ഇപ്പം വിവാഹം കഴിക്കാൻ വിമുഖരാണ്. കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം പേരെ ഇപ്പം കാണുന്നുണ്ട്. എന്തായാലും സാമൂഹ്യമായ നമ്മുടെ പഴയ ചുറ്റുപാടിലേക്ക് കൂട്ടുകുടുംബത്തിൻ്റെ സമയത്ത് പരസ്പരം സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ആധുനിക യോഗത്തും ലക്ഷറി ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് പണം കടം വാങ്ങിച്ച് നമ്മൾ ഏത് ലക്ഷറി ലൈഫും നയിക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുടുംബജീവിതം ഭദ്രമല്ലാതായി തീർന്നിരിക്കുന്നു. കുട്ടികളെല്ലാവരും അവരും അതേ രീതിയിൽ സഞ്ചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മലയാളികൾ മാറി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു.